ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് മത്തങ്ങ എരിശ്ശേരിയാണ്. മത്തങ്ങ വൻപയറും കൊണ്ടുള്ള ഒരു എരിശ്ശേരി റെസിപ്പി. നമ്മുടെ സദ്യ വിഭവമാണത്. ഓണം, വിഷു തുടങ്ങിയ എല്ലാ സദ്യകൾക്കും നമ്മൾ മത്തങ്ങ കൊണ്ടുള്ള എരിശ്ശേരിയൊക്കെ. എരിശ്ശേരി പൊതുവെ ഒരിക്കലും തന്നെ നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു വിഭവം തന്നെയാണ്. മത്തങ്ങ കൊണ്ട് ചെയ്യാറുണ്ട്, ചേന കൊണ്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ചെയ്യുന്നത് മത്തങ്ങ കൊണ്ടുള്ള എരിശ്ശേരിയാണ്. പെട്ടെന്ന് എങ്ങനെ മത്തങ്ങ എരിശ്ശേരി വെക്കാമെന്നുള്ള കാര്യം നമുക്ക് വേഗം നോക്കാം. മത്തങ്ങ എരിശ്ശേരി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കിലോ മത്തങ്ങ ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒത്തിരി ചെറുതാക്കണ്ട, കാരണം നമുക്ക് നന്നായിട്ട് വെന്തതിന് ശേഷം ഇത് വെച്ച് ഉടയ്ക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി നമുക്ക് ചെറുതാക്കേണ്ട ആവശ്യമില്ല. മത്തങ്ങ പിന്നെ കണ്ടിക്കാനായിട്ട് അറിയാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ കണക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഇവിടെ കണക്ക് ഈ പോർഷൻ ആയിരിക്കുമല്ലോ ഇതിൻ്റെ തൊലി വരുന്നത്, അവിടെ ഇങ്ങനെ കത്തി കൊണ്ട് കണ്ടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മത്തങ്ങ കണ്ടിച്ചെടുക്കാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മത്തങ്ങ കണ്ടിക്കുമ്പോൾ കൈയൊക്കെ ചിലപ്പോൾ കീറാനുള്ള സാധ്യതയുണ്ട്. പിന്നെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് തേങ്ങയുണ്ട്. നമുക്ക് തേങ്ങ 2 സെക്ഷൻ, ഒന്ന് അരപ്പിനും പിന്നെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് തേങ്ങ ഒന്ന് നെയ്യ് മൂപ്പിച്ചെടുക്കാനും. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഞാനിപ്പോൾ വൻപയർ കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ വൻപയറാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ വെച്ച് കഴുകിയെടുത്തതാണ്. നന്നായിട്ട് കഴുകിയ വൻപയറാണിത്. ഇത് അതിന് മുമ്പാണെന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ മുമ്പ് വെള്ളത്തിട്ട് കുതിർത്തെടുത്തതാണിത്. അപ്പോൾ ആ വൻപയറാണിത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വൻപയർ ഈ വെള്ളത്തോട് കൂടി തന്നെ ഇതിപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ കഴുകി വെച്ചിരിക്കുന്നതാണ്. ഇത് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ഇതൊരു 1/2 കപ്പ് ഉണ്ട് വൻപയർ. ഇത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1/2 കപ്പോളം ഉണ്ട് വൻപയർ. ആ വൻപയറാണ് ഇനിയിപ്പോൾ നമുക്ക് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ അത്യാവശ്യം ഇത് വേറാനുള്ള ഉപ്പ് മാത്രം ചേർക്കുക. അല്ലെന്നുണ്ടെങ്കിൽ വൻപയർ ഉപ്പ് ഒത്തിരി പിടിക്കും. പെട്ടെന്ന് വെന്ത് വരാനായിട്ട് ഒരല്പം എണ്ണയും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് വേകാനായിട്ട് നമുക്കൊരു 4 വിസിൽ വേണ്ടി വരും. അപ്പം ആ 4 വിസിൽ കൊണ്ട് നന്നായിട്ട് വൻപയർ വെന്ത് വരും. ശേഷം നമുക്ക് മത്തനിലോട്ട് ചേർക്കാം. അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഒട്ടും സമയം കളയണ്ട. ആ നേരത്തെ തന്നെ മത്തനാണെന്നുണ്ടെങ്കിൽ വേവിച്ചെടുക്കാം. അപ്പം അതിനായിട്ട് ഇപ്പം ഞാനൊരു ചട്ടി എടുത്തിരിക്കുന്നത്, മത്തൻ കഷ്ണം ഇട്ട് കൊടുക്കുക. അത് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. മത്തനൊക്കെ പെട്ടെന്ന് വെന്ത് വരുന്നതാണ്. അപ്പം അതുകൊണ്ട് അത് കണക്കാക്കി വെള്ളം ഒഴിക്കുക. ശേഷം ആവശ്യത്തിനുള്ള ഉപ്പിടുക. മഞ്ഞപ്പൊടിയും ഇതൊരു 1/2 ടീസ്പൂണോളം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇനി നമുക്ക് മത്തൻ നന്നായിട്ട് വേവിച്ചെടുക്കാം. മത്തം പെട്ടെന്ന് വെന്ത് വരും. ഇപ്പം നമ്മൾ പയർ വേവുന്നതിനേക്കാൾ മുമ്പ് മത്തം വെന്ത് വരും. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെന്നുണ്ടെങ്കിൽ ഇപ്പം 2 വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം പയർ വെന്തതിന് ശേഷം അത് കുക്കറിലിട്ട് തന്നെ മത്തൻ കഷ്ണം വേവിച്ചെടുക്കും. ഒരു വിസിലിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സമയം, അപ്പം നമുക്കിപ്പോൾ സമയം പെട്ടെന്ന് ലാഭിക്കാൻ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യും. നമുക്ക് വേഗം മത്തം വേവിച്ചെടുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് ഈ തേങ്ങയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തേങ്ങ കൂടെ നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇത് മൂപ്പിച്ചെടുത്ത് നമ്മുടെ പണിയെല്ലാം പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ നമുക്ക് അരപ്പ് മാത്രം ചേർത്താൽ മതിയാവും അരച്ച്. അപ്പോൾ തേങ്ങ മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാനിപ്പോൾ ആദ്യം ചെയ്യുന്ന തേങ്ങ മൂപ്പിക്കുകയല്ല, അതിന് പകരമായിട്ട് നമുക്ക് കടുക് വറുത്തങ്ങ് മാറ്റാം. അതിന് വേണ്ടി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയാണ്. ഇവിടെ ഇപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. കടുക് താളിക്കാനുള്ള ഐറ്റംസ് നമുക്ക് ആദ്യം ചേർക്കാം. കുറച്ച് കടുക്, ഇതിപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം കടുക് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുവാണ്. ഒരു 4ഓളം വറ്റൽമുളക് പൊട്ടിച്ച് ഇടുക. ശേഷം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കങ്ങ് മാറ്റായത്. ഇനി ഇതേ ചട്ടിയിലോട്ട് തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നെയ്ക്കകത്താണ് തേങ്ങ മൂപ്പിച്ചെടുക്കുന്നത്. ചട്ടി നന്നായിട്ട് ചൂടായതുകൊണ്ട് തന്നെ കുറച്ച് മതി, ഒരു ടേബിൾ സ്പൂണോളം ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
നെയ്യ് ഒഴിച്ചാൽ നമ്മുടെ എരിശ്ശേരിക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അത് നേരെ നമുക്ക് ചൂടാക്കാനൊന്നും നമ്മൾ വെയിറ്റ് ചെയ്യൊന്നും വേണ്ട. നേരിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ട് തേങ്ങ ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ 1/2 കപ്പോളം ഉണ്ട് തേങ്ങ. ഇത് ഞാൻ നന്നായിട്ട് ചിരകിയ തേങ്ങ കൊണ്ടിടാനായിട്ട്, കാരണം നമുക്ക് മൂപ്പിച്ച് ചേർക്കാനുള്ളതാണ്. ഇതാണ് നമ്മൾ വെച്ച് അരക്കില്ല, അരപ്പ് വേറെ അരയ്ക്കണം. തേങ്ങ ഇപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ടേക്ക് ഒരു 2-3-4 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. 2 സെക്ഷനാണ് നമ്മൾ എരിശ്ശേരി കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. ഇതിനകത്തൂടെ ഇങ്ങനെയൊക്കെയുള്ള കറിവേപ്പില ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ്. സാധാരണ എരിശ്ശേരി വെക്കുന്ന മെത്തേഡ് തന്നെയാണ്, നിങ്ങൾക്ക് അറിയാമായിരിക്കും, എന്നാലും പറയുന്നതേ ഉള്ളൂ ഞാൻ. ഇതിപ്പോൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. കറിവേപ്പില ഒത്തിരി കിടന്ന് അങ്ങ് കരിഞ്ഞു പോകാനുള്ള ആ ഒരു സ്റ്റേജ് വരെ നമ്മളൊന്ന് വെച്ച് ഇങ്ങനെ മൂപ്പിച്ചെടുക്കുകയൊന്നും വേണ്ട. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കറിവേപ്പില നമ്മൾ ഇനിയിപ്പോൾ കറിവേപ്പിൻ്റെ ഇല നമ്മൾ അതിനകത്ത് ഇപ്പോൾ ലാസ്റ്റ് എരിശ്ശേരി ചേർക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ അങ്ങ് പോയി കിട്ടും. അപ്പോൾ അതിനു വേണ്ടി നമുക്കിതങ്ങ് ഓഫ് ചെയ്ത് മാറ്റാം. നേരത്തെ വേവിക്കാൻ വെച്ച വൻപയർ വെന്തിട്ടുണ്ട്. തുറന്ന് നോക്കാം. നോക്കി കാണാൻ പറ്റും വൻപയർ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മത്തൻ വെന്തുകൊണ്ടിരിക്കുന്ന മത്തനിലോട്ട് ഇതും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് മത്തൻ കഷ്ണങ്ങളൊന്ന് വെച്ച് നന്നായിട്ട് വെച്ചൊന്ന് ഉടച്ചതിന് ശേഷം വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. അതിലെടുക്കണ്ട, അല്ലാതെ അതിൻ്റെ ഇടിയം കൊണ്ട് അകത്ത് വെച്ച് നമുക്കൊന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കാം. എന്നിട്ട് ഇതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോഴൊക്കെ ചേർക്കുന്നതിന് മുമ്പ് നമുക്കപ്പോഴത്തേക്ക് ഇതിനുള്ള അരപ്പരച്ചെടുക്കാം. അപ്പം അരപ്പിന് വേണ്ടി ഇപ്പം തേങ്ങ ഇവിടെ മൊത്തം കൂടെ നമുക്ക് ആവശ്യമുള്ള തേങ്ങ ഇപ്പം 1/4 കിലോ മത്തങ്ങയെന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ മൊത്തം കൂടെ വേണ്ട തേങ്ങയെന്ന് വെച്ച് കഴിഞ്ഞാൽ അരമുറി തേങ്ങയാണ് വേണ്ടത്. അതായത് ഇപ്പം അരമുറി എന്ന് വെച്ചാൽ ഇപ്പോൾ എന്തോരാണെന്ന് അറിയാമല്ലോ, അരമുറി തേങ്ങയാണ് വേണ്ടത്. അതിൻ്റെ ഒരു 1/4 ഭാഗമാണ് നമ്മളിപ്പോൾ എടുത്ത ആദ്യം ഒന്ന് മൂപ്പിച്ച് വെച്ചത്. ഇപ്പം അതിൻ്റെ ബാക്കിയുള്ള തേങ്ങയാണ്. ഈ തേങ്ങ പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം, പിന്നെ കുരുമുളക്. ഇതിന് കുരുമുളക് ഇടേണ്ടത് പച്ചക്കുരുമുളകാണ് ഏറ്റവും ടേസ്റ്റ്. പക്ഷേ ഇവിടെ ഇപ്പോൾ എനിക്കിപ്പോഴത്തേക്ക് ഇപ്പോൾ നമുക്കൊരു കുരുമുളക് ഉണ്ടായിരുന്നു, പക്ഷേ കുരുമുളക് സീസൺ കഴിഞ്ഞ് കുരുമുളകെല്ലാം പറിച്ചത് ഉണങ്ങിയതാണ്. പച്ചക്കുരുമുളക് ഇപ്പോൾ കിട്ടുന്നില്ല. സാധാരണ നമ്മൾ എരിശ്ശേരിക്ക് പച്ചക്കുരുമുളകാണ് ചേർക്കുന്നത്. പച്ചക്കുരുമുളകിൻ്റെ അത്രയും ടേസ്റ്റ് നമുക്ക് ഇത് ചേർക്കാൻ കിട്ടത്തില്ല. എങ്കിൽ പോലും ഇപ്പോൾ കുരുമുളക് ഇല്ലാത്ത സ്ഥിതിക്ക് ഞാനിപ്പോൾ ഈ കുരുമുളക് ചേർക്കുകയാണ്. ഇത് ഇപ്പോഴത്തേക്ക് 1 ടീസ്പൂണോളം കുരുമുളകുണ്ട്. ഇത് പച്ചക്കുരുമുളകാണെങ്കിൽ നമ്മൾ പറിച്ചെടുക്കുമ്പോഴത്തേക്ക് ഒരു 2 തണ്ട് പറിച്ചെടുത്ത് ചേർത്ത് കഴിഞ്ഞാൽ ഏറ്റവും ടേസ്റ്റ്. നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. തേങ്ങ നന്നായിട്ട് ഞാൻ അരച്ചെടുത്തതായി കാണുന്നത്. ഇതുപോലെ തന്നെ നല്ല രീതിയിൽ അരച്ചെടുക്കാം. വെള്ളം ചേർക്കത്തില്ല കേട്ടോ ഇവിടെ. കാണാം മത്തൻ്റെ കഷ്ണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെയാണ് വെച്ച് ഒരു ഇടിയം കൊണ്ട് ഒന്ന് ഇടിച്ചു കൊടുക്കുകയാണ്. നേരിട്ട് ചേർക്കല്, മത്തൻ നന്നായിട്ട് ഇങ്ങനെ ഉടച്ച് ചേർക്കണം. എന്നിട്ട് വേണം നമ്മൾ ഇതിനകത്തോട്ടേക്ക് ഈ നമ്മൾ ഇനി വേവിച്ച് വെച്ചിരുന്ന വൻപയർ ചേർക്കാൻ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ സ്ഥിരം ചെയ്യുന്ന മെത്തേഡ് ആയത് കാരണം നമുക്കറിയാം ഇപ്പം എങ്ങനെയാണ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് തോന്നിയിട്ടുള്ള രീതിയാണിത്. ചിലർക്ക് മത്തൻ അങ്ങനെ വെച്ച് ചിലർ അങ്ങനെ വെച്ച് ഉടയ്ക്കാറില്ല. ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പം നിങ്ങൾക്ക് ഉടയ്ക്കേണ്ടതുണ്ടെന്ന് ഉടയ്ക്കേണ്ട, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പം കണ്ടില്ലേ, ഇപ്പം നന്നായിട്ട് ഇത് കയറി ഞാൻ കുറുകിയതുണ്ടോ? ഇത്രേ ഉള്ളൂ കാര്യം. ഇനി ഇതിനകത്തോട്ടേക്ക് വൻപയർ ചേർത്ത് കൊടുക്കുക. ഇതോട് കൂടി ചേർക്കാം കേട്ടോ. ആ വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് ചേർക്കാം. തീ എന്നിട്ട് കൂട്ടി വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിടണം. ഈ സമയത്ത് ഉപ്പ് എന്തോരം ഉണ്ടെന്ന് ഈ സമയത്ത് വേണം നോക്കാനായിട്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മത്തന് ഉപ്പ് ചേർത്താണ് വേവിച്ചത്, വൻപയർ ഉപ്പ് ചേർത്താണ് വേവിച്ചത്. അപ്പോൾ ഒരു ടിപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? വൻപയർ പയർവർഗ്ഗങ്ങൾ ഏതാണ് പെട്ടെന്ന് വെന്ത് വരാൻ, പയർ കടല അത് വെന്ത് വരാൻ വേണ്ടി നമ്മൾ കുറച്ച് എണ്ണ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വേവുകയും ചെയ്യും. മാത്രമല്ല ഇത് തൂകി പുറത്തോട്ട് വരുന്നത് നമുക്ക് ഒഴിവാക്കാം. അത്യാവശ്യത്തിനുള്ള ഉപ്പുണ്ട്. ഇപ്പം ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല. നമുക്ക് ബാക്കിയുള്ള അരപ്പ് ചേർത്ത് കഴിയുമ്പം കുറച്ചും കൂടി ഉപ്പ് ആടിയേണ്ടതായിട്ട് വരും. അപ്പം ആ സമയത്ത് ഉപ്പ് ചേർക്കാം. ഇതൊന്ന് ചെറുതായിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. ഇതിപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചോ, അല്ലെന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കും പെട്ടെന്ന്.
ഇനി നമ്മൾ നേരത്തെ കടുക് വറുത്ത് വെച്ചിരിക്കുന്ന ഇത് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് സമയലാഭമാണ് ഒത്തിരി. ഓൾറെഡി മത്തം വേകാനുണ്ട്, പിന്നെ പയറ് വേകാനുണ്ട്, പിന്നെ തേങ്ങ മൂപ്പിച്ചെടുക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെ ഓരോന്നും ചെയ്യുന്നതിനിടയ്ക്ക് വേറെ ഓരോരോ ജോലി ഇടയ്ക്കിടയ്ക്ക് തീർത്ത് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ കാര്യം നടക്കും. അപ്പൊ ഞാനിവിടെ മൂപ്പിച്ച് വെച്ചിങ്ങനെ തേങ്ങ ചേർത്ത് വെക്കുവാണ്. ഇതിനകത്തോട്ട് വേണ്ട എല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി ചേർക്കാനുള്ള ഒരു സാധനമേ ഉള്ളൂ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ തികച്ചും ഓപ്ഷണലാണ്. വേറൊന്നും അല്ല, ശർക്കര. ഞങ്ങൾ കണ്ടായിരിക്കുമല്ലോ ഞങ്ങൾ എടുത്തു വെച്ചത്. അപ്പൊ ശർക്കര സാധാരണ നമ്മുടെ എരിശ്ശേരിക്ക് എരിവ്, മധുരവ്, ഉപ്പ് എല്ലാം ഉള്ളൊരു കറിയാണ്. പച്ചമുളക് ചേർക്കത്തില്ല. ഇതിന്റെ എരിവെന്ന് പറഞ്ഞാൽ കുരുമുളകിന്റെ എരിവും അത് കണക്ക് തന്നെ നമ്മൾ ചേർക്കുന്ന മുളക് പൊടിയുടെയാണ്. അപ്പൊ ഇവിടെ ഇപ്പോഴത്തേക്ക് ഈ കളറിലാണ്. ഇപ്പൊ കുറച്ചുകൂടെ കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ മുളക് പൊടി ചേർക്കാം. അപ്പൊ അതിന് മുമ്പ് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. അപ്പൊ ഇതിനെല്ലാം ഉണ്ട്. കുറച്ചും കൂടെ ഉപ്പ് ചേർത്താൽ നല്ലതാണെന്ന് തോന്നുന്നു. അപ്പൊ കുറച്ച് ഉപ്പ് ഇപ്പൊ ചേർക്കുന്ന കാരണം ഞാനിവിടെ ശർക്കര അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ചേർക്കുവാണ്. ശർക്കര ചെറുതായിട്ട് ഇതിനകത്തോട്ടൊക്കെ ഇപ്പൊ നേരിട്ട് ചേർക്കുന്ന ഇതിനകത്തോട്ടൊന്ന് അരിഞ്ഞ് ചുരണ്ടി ഇടുക. ഒത്തിരി ശർക്കരയുടെ ആവശ്യമില്ല. ഞാനൊരു പീസ് എടുത്ത് വെച്ചെന്നേ ഉള്ളൂ, മുഴുവനൊന്നും വേണ്ട നമുക്ക് ഇതൊക്കെ. അപ്പൊ ഞാനിപ്പോ ചെയ്ത സ്റ്റെപ്പുകൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ എന്ന് വെച്ചാൽ പലതും കാണിച്ചുകൊണ്ട് ഒന്നും അറിയാനില്ല. ആദ്യം തന്നെ എന്ത് ചെയ്യണം, നമ്മുടെ വൻപയർ ഒരു 2 മണിക്കൂർ വെള്ളത്തിൽ കൂത്ത് വെച്ചത് കുക്കറിലിട്ട് ഉപ്പ് എണ്ണയും ചേർത്ത് വേവിച്ചെടുക്കുക. മത്തം ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വെള്ളവും ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് വേവിക്കുക. പിന്നെ തേങ്ങ തിരുമിയതിൽ കുറച്ച് തേങ്ങ എടുത്ത് നെയ്ക്കകത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അതിലോട്ട് അവസാനം കറിവേപ്പില ചേർക്കുക. കടുക് താളിക്കാനായിട്ട് സാധാ പോലെ തന്നെ, വ്യത്യാസമൊന്നുമില്ല. കടുക്, വറ്റൽമുളക്, കറിവേപ്പില താളിച്ച് മാറ്റി വെക്കുക. ശേഷം വെന്ത മത്തൻ കഷ്ണങ്ങളൊന്ന് ഉടച്ചു കൊടുക്കുക. അതിലോട്ട് നന്നായിട്ട് വെന്ത വൻപയർ ചേർക്കുക. നമ്മൾ പിന്നെ തേങ്ങാരപ്പിനകത്തോട് ചേർക്കേണ്ടത് തേങ്ങ, ജീരകം, കുരുമുളക് പച്ച കിട്ടുന്നുണ്ട് പച്ച, അല്ലെന്നുണ്ടെങ്കിൽ കുരുമുളക്, സാധാരണ കുരുമുളക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തേങ്ങ അരച്ചിട്ട് ഈ മത്തൻ കഷ്ണങ്ങൾ ഉടച്ചത് വൻപയറിലെ കൂടി ചേർത്ത് കൊടുക്കുക. ശേഷം നമ്മൾ മൂപ്പിച്ച തേങ്ങ ചേർത്ത് കൊടുക്കുക. കടുക് വറുത്ത് ഇട്ട് കൊടുക്കുക. ഉപ്പ് കാര്യങ്ങൾ നോക്കുക. ലാസ്റ്റ് ഇപ്പം ഞാൻ ആഡ് ചെയ്യുന്ന ശർക്കര താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്യുക. ഇത്രയുള്ള കാര്യം. ഞാൻ ഇത്രയും ശർക്കര എടുത്തിട്ടുള്ളൂ, കണ്ടല്ലോ. ഇതൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ചേർക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് അതിനകത്ത് ചേർന്ന് വെക്കോളും. അല്ലെന്നുണ്ടെങ്കിൽ ശർക്കര കിടന്ന് ഉരുകിയിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ താമസം പിടിക്കും. അപ്പൊ എരിശ്ശേരി ഇപ്പൊ നിങ്ങൾക്ക് കുറച്ച് നന്നായിട്ട് കുറുകി ഇരിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഒന്നുകൂടെ വെച്ചൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ പക്ഷെ അങ്ങനെ വറ്റിക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കണം, ഇത് സാധനം അടുക്കി പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എരിശ്ശേരി അത്രയും കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ഇപ്പം ഭയങ്കര ചവയായിരിക്കും. അടുക്കി പിടിക്കാതെ എടുക്കണം. ഈ പരുവത്തിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ഇപ്പൊ ചോറിനൊപ്പം കഴിക്കാൻ, പിന്നെ അതിനൊക്കെ കഞ്ഞിക്കൊക്കെ നല്ല അടിപൊളി എന്താ പറയുക, നല്ലൊരു കോമ്പിനേഷൻ, നല്ല സൂപ്പർ സാധനമാണ് എരിശ്ശേരി എന്ന് പറയുന്നത്. എനിക്ക് ഇഷ്ടമാണ്. കഞ്ഞി കുടിക്കുമ്പോഴത്തേക്ക് ഒരു കാര്യം പറയുക, ശർക്കര ആഡ് ചെയ്യണ്ടെങ്കിൽ മാറ്റി വെക്കുക. നേരിട്ട് നമ്മൾ ഉപ്പുമൊക്കെ ചേർത്ത് കഴിക്കണമായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം ഈ എരിശ്ശേരി എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിലുള്ള നല്ല വീഡിയോസിനായിട്ട്. ഇതിപ്പോഴത്തേക്ക് സദ്യ റെസിപ്പിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓണം, വിഷു തുടങ്ങിയ എല്ലാ സദ്യകൾക്കും നമുക്ക് എരിശ്ശേരി ഉണ്ടാക്കാൻ പറ്റുന്നത് എളുപ്പമുള്ള സിമ്പിൾ മെത്തേഡാണ്. ഞാൻ ഉണ്ടാക്കിയ എനിക്ക് ഏറ്റവും ഫേവറബിളായിട്ട് തോന്നിയിട്ടുള്ള ഒന്നാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കല്ല. ഈ റെഡ് ബട്ടൺ എല്ലാവരും പ്രസ് ചെയ്യുക. ഒപ്പം തന്നെ അതിനടുത്തുള്ള ഈ ബെല്ലൈക്കനും കൂടെ ഞെക്കി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ എല്ലാം തന്നെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് പൈസ ഒന്നും ആവുന്നില്ല കേട്ടോ. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുക ഷെയർ ചെയ്യുക, മറ്റുള്ളവരോട് പറയുക. ആരെങ്കിലും അറിയാത്തവരൊക്കെ ഉണ്ട്, അവരും കണ്ടോട്ടെ തന്നെ. അപ്പോൾ പുതിയ വിഭവമായിട്ട് ഞാൻ വീണ്ടും വരും.